എന്റെ ലവർ ശാന്തി അവിടെ ഇരിക്കുന്നത്. ഞങ്ങൾ തമ്മിൽ ഇപ്പൊ പണക്കത്തില്ല. ഈ ലെറ്റർ ഒന്നുകൊണ്ട് അവളുടെ ബുക്ക് വെക്കൂടാ. നീ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചത്? തന്നെ പോലെ ഉണ്ടായാൽ മതി. ആ പ്രദേശത്തുള്ള മൊത്തം പെൺകുട്ടികളുടെ ജീവിതം പോകാം. പറഞ്ഞോട്ടെ, ഈ ഷോപ്പിൽ ഫ്രഷ് ഐറ്റംസേ ഉള്ളൂ. നിന്നെ പോലെ നിങ്ങളില്ലാത്ത സമയത്ത് നിങ്ങളുടെ ഭർത്താവിന്റെ അടുത്ത് ഒത്തിരി പെണ്ണുങ്ങൾ വന്നു പോകുന്നുണ്ട്. അതിന് എനിക്കെന്താ? നീ കുത്തിയിരുന്ന് പഠിക്കുന്ന ഡോക്ടർ പഠിത്തം പാതി വഴിക്ക് നിന്നു പോകൂടി. നടന്നുകൂടാ സർ. നിനക്ക് ഇഷ്ടമില്ലാത്തതിനോട് നിന്റെ കല്യാണം നടക്കൂടി. ഇങ്ങനെ കൂവിക്കൊണ്ട് നടക്കുന്ന പെൺകുട്ടികൾ എങ്ങനെ ലവ് ചെയ്യുന്നത്? ആരാണ് സൂപ്പർ ഫിഗർ? നിങ്ങൾ ആരെങ്കിലും അവളെ ശരി കണ്ടിട്ടുണ്ടോ? അവളുടെ മോന്തയും അവളുടെ കണ്ണും അവളുടെ വായൊക്കെ കൂടി കണ്ടാ നിന്റെ ഫീസ് അടയ്ക്കാൻ വേണ്ടി അവൻ എന്താ ചെയ്തെന്നറിയോ? നിങ്ങൾ രണ്ടുപേരും എങ്ങനെ കണ്ടുമുട്ടിയത്? റെക്കമെൻഡേഷൻ നോക്കി സാർ ജോലി ഒന്നുമില്ല. എന്റെ ടാലന്റ് ഇടയിൽ സാർ ജോലി ചെയ്തു. അതൊക്കെ അത്ര കറക്റ്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരാളും. ഞാനിപ്പോ ഡ്യൂട്ടിയില്ല. എനിക്ക് കളയാൻ 15 മിനിറ്റ് സമയമില്ല. 3 പേര് വെച്ച് വരികയാണെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് കാര്യം മരിക്കാൻ പോലും ഞാൻ തയ്യാറാണ്. ഏതോ ഒരു DCP അരവിന്ദ്. പക്ഷെ നിങ്ങളുടെ കല്യാണം നടക്കുന്ന ആ നിമിഷം തന്നെ എന്റെ പദ്ധതി തങ്ങൾ സഹിക്കാൻ വയ്യാതെ ആത്മഹത്യ ചെയ്തിലേക്ക് നോക്കിക്കോ സാർ.